പാകിസ്ഥാനിലെ ജയിലിൽ ക്രൂരമായ ആക്രമണത്തിന് വിധേയമായി കൊല്ലപ്പെട്ട ഇന്ത്യൻ പൗരൻ സബർജിത് സിംഗിന്റെ കൊലയാളികളിൽ ഒരാളായ അമീർ സർഫറാസ് ലാഹോറിൽ വെടിയേറ്റ് മരിച്ചതിന് പിന്നിൽ ഇന്ത്യക്ക് പങ്കുള്ളതായി സംശയിക്കുന്നെന്ന് പാക് ആഭ്യന്തരമന്ത്രി മെഹ്സിൻ നഖ്വി. മുൻപുണ്ടായിട്ടുള്ള സംഭവങ്ങളുടെ അതേ മാതൃകയിൽ തന്നെയാണ് അമീറും കൊല്ലപ്പെട്ടതെന്ന് നഖ്വി പറഞ്ഞു. പാക് മണ്ണിൽ നടന്ന മറ്റ് 4 കൊലപാതകങ്ങളിലും ഇന്ത്യയെ സംശയിക്കുന്നു. അന്വേഷണങ്ങൾ അവസാനിച്ചതിനു ശേഷം കൂടുതൽ പ്രസ്താവന നടത്തുമെന്നും നഖ്വി അറിയിച്ചു. ഇന്ത്യൻ സർക്കാർ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. ഞായറാഴ്ച ലാഹോറിലെ ഇസ്ലാംപുര പ്രദേശത്ത് ബൈക്കിലെത്തി 2 പേർ ചേർന്ന് അമീർ സർഫറാസിനെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. വീട്ടിലെത്തിയ അക്രമികൾ കോളിംഗ് ബെൽ മുഴക്കി വാതിൽ തുറന്ന് പുറത്തിറങ്ങിയ അമീറിനെ തൊട്ടടുത്തു നിന്ന് വെടിവെക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. അമീറിന്റെ സഹോദരന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു. ലഷ്കർ-ഇ തയ്യബ സ്ഥാപകൻ ഹാഫിസ് സയ്യിദിന്റെ അടുത്ത അനുയായിയാണ് അമീർ സർഫറാസ്. അമീറും കൂട്ടാളിയായ മുദാസിർ മുനീറും ചേർന്ന് കോട്ട് ലഖ്പത് ജയിലിൽ വെച്ച് സബർജിത് സിംഗിനെ ഇഷ്ടികയും ഇരുമ്പുവടിയും ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് ആരോപണം. 2013 മെയ് 2 ലാഹോറിലെ ജിന്ന ആശുപത്രിയിൽ വെച്ച ഹൃദയാഘാതത്തെ തുടർന്ന് സബർജിത് സിംഗ് മരിച്ചുവെന്നാണ് ഔദ്യോഗിക ഭാഷ്യം. ലാഹോറിലെ വൻ സുരക്ഷയിലുള്ള കോട്ട് ലഖ്പത് ജയിലിൽ വെച്ച് അമീർ സർഫറാസ് അടക്കമുള്ള സഹതടവുകാരുടെ ക്രൂരമായ ആക്രമണത്തെ തുടർന്ന് ഒരാഴ്ചയോളം സബർജിത് സിംഗ് കോമയിലായിരുന്നു. 2018 ഡിസംബറിൽ സർഫറാസിനെയും മുദാസിറിനെയും ലാഹോറിലെ കോടതി വിട്ടയച്ചിരുന്നു. എല്ലാ സാക്ഷികളും ഒഴിമാറ്റി പറഞ്ഞതോടെയാണ് ഇവർ കുറ്റവിമുക്തരായത്. അവിവാഹിതനായ അമീർ സഹോദരങ്ങൾക്കൊപ്പമാണ് കഴിഞ്ഞിരുന്നത്. 1990 പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ നടന്ന ബോംബ് ആക്രമണങ്ങളിൽ സബർജിത് സിംഗിന് പങ്കുണ്ടെന്ന് കണ്ടെത്തുകയും തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കുകയുമായിരുന്നു. എന്നാൽ പാകിസ്ഥാന്റെ ആരോപണം തള്ളി ഇന്ത്യയും സബർജിത് സിംഗിന്റെ ബന്ധുക്കളും രംഗത്തെത്തിയിരുന്നു. 2001 പാർലമെന്റ് ആക്രമണ കേസിലെ പ്രതിയായിരുന്ന അഫ്സൽ ഗുരുവിനെ ഇന്ത്യ തൂക്കിലേറ്റി 2 മാസത്തിനു ശേഷമാണ് സബർജിത് സിംഗിനെ ജയിലിൽ ആക്രമിച്ചത്. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.